പ്രാർത്ഥനയോടുകൂടെ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ഉപവാസ ആരാധന നമുക്ക് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും പരിപാലകനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഇടവകയിലൂടെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഒരു ജനമായി ഒരു സമൂഹമായി വളരുവാനും അവിടെ നൽകിയ വിവിധ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സഭാ ജീവിതത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലുമൊക്കെ ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് ദാനമായിട്ട് അവിടെ നൽകിയിരിക്കാൻ സ്തോത്രം. കഴിഞ്ഞ വർഷം രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന് ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് വിടുവിച്ച എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും സ്തോത്രം. ഈ ആരാധനയെ അവിടെ നിന്ന് സ്വീകരിക്കണമേ. ഈ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ ഈ 2ാം ശനിയാഴ്ച ഉപവാസ ആരാധനയായി, പ്രാർത്ഥനയായി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരും ഈ ആരാധനയിലൂടെ അനുഭവിപ്പാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോരുത്തരും അനുഭവിപ്പാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. ആദ്യോടൊന്നും അവിടുത്തെ കൃപ പകരണമേ. വിവിധ നിലകളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തുകയും ശക്തീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ പാഠപുസ്തകത്തിലെ 475-ാമത്തെ ഗാനം, ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്നുള്ള ഗാനം നമുക്ക് കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഇത് ശബ്ദം കുറച്ച് വേണം ഉപയോഗിക്കാൻ. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, മിവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, മിവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും
പരിചയായി നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. അമനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. അമനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. 5-ാമത്തെ സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 5. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിചയ കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്കിരിക്കാം. ഇപ്പോൾ ജിജി ബി ജോസ് ഇന്നത്തേക്കുള്ള വേദഭാവം വായിച്ചു കേൾക്കുകയും അനീഷ സോണി കൊച്ചമ്മ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. വായിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും
ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ ഇവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. അർഹിക്കാത്ത നന്മകളും എനിക്കീടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കീടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ നീ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ നീ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുപ്പ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ ഒരു കർത്താവെ ഒരു ശനിയാഴ്ച ദിവസം യേശുപ്പ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയായി കർത്താവെ ഈ ഒരു പുതിയ വർഷം ദൈവമേ ഞങ്ങൾ കൂടുവാൻ തന്ന കൃപയോട് നന്ദി പറഞ്ഞ് യേശുപ്പ കർത്താവെ, പലരും ദൈവമേ ഈ ഒരു ദിവസം വരുവാൻ ആഗ്രഹിച്ചിട്ടും കർത്താവെ പലർക്കും സാധിച്ചില്ല കർത്താവെ. യേശുപ്പ അവരെക്കാളൊട്ടും നല്ലവരല്ല എങ്കിൽ യേശുവെ സുഖമായ വിശ്രമം ദാനം ചെയ്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കാണുവാനും കർത്താവെ ഈ ഒരു മനോഹരമായ ദേവാലയത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഉപവാസത്തോടും സാക്ഷ്യത്തോടും ഒക്കെ ഞങ്ങൾക്കായിരിക്കുവാൻ തന്ന കൃപയോർ നന്ദി പറഞ്ഞ് യേശുപ്പാം. ഞങ്ങളുടെ കർത്താവെ ആരാധന സുഗന്ധ ബലി പോലെ സ്വീകരിച്ചോളാം കർത്താവെ. ഞങ്ങൾ സകലമായ പാപങ്ങളങ്ങ് ക്ഷമിച്ച് കർത്താവെ യേശുപ്പാം ഞങ്ങളുടെ ആരാധനയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവേ. ഭവനത്തെ കർത്താവെ യേശുപ്പ ഈ ദേവാലയത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണേ യേശുവേ. യേശുപ്പ ദൈവമേ എന്തെല്ലാം കർത്താവെ ദൈവമേ മഹാമാരിയാലും കർത്താവെ ഭയങ്കരമായ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥകളിൽ ഇടയ്ക്കാണെങ്കിലും കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ ഈ മനോഹരമായ ദേവാലയത്തിൽ ഇരിക്കുവാൻ തന്ന കൃപയോർ നന്ദി പറയുന്ന കർത്താവെ യേശുപ്പ ഈ ദേവാലയത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവെ. എന്തെല്ലാം കെട്ടുമണികളും കർത്താവെ കരിയാദികളും ഉണ്ടോ അങ്ങ് സകലവും അറിയുന്നുണ്ടല്ലോ യേശുപ്പ. ഞങ്ങൾക്ക് കർത്താവെ ഒരു പുതിയ വർഷം ദൈവമേ ഞങ്ങൾക്ക് പുതിയ ചിന്തകളും കർത്താവെ പുതിയ കർത്താവെ ധ്യാനങ്ങളുമായി ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. ഞങ്ങളുടെ കർത്താവെ വിവിധ സംഘടനകളെ അനുഗ്രഹിക്കണം കർത്താവെ. ദൈവമേ പുതുതായി ആരംഭിക്കുന്ന എല്ലാ സംഘടനകളും കർത്താവെ കൂടുതൽ ദൈവമേ ശക്തി പ്രാപിക്കുവാനും കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ യേശുപ്പ. ഞങ്ങളുടെ കർത്താവെ ഈ രോഗാവസ്ഥകളിലെല്ലാം കർത്താവെ ഞങ്ങൾ മനുഷ്യർക്ക് ദൈവമേ ഞങ്ങൾക്ക് കർത്താവെ ഒരു രോഗത്തിന് പോലും ഞങ്ങൾ കർത്താവെ ദൈവമേ ഒന്നിനും ഇല്ലാന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ കർത്താവെ. ഞങ്ങൾ സൃഷ്ടികൾ മാത്രമാണെന്നും കർത്താവെ ലോകത്തിൻ്റെ ദൈവമേ ഈ അവസ്ഥയിൽ കർത്താവെ ഞങ്ങൾ താഴ്ന്നും കർത്താവെ അങ്ങയുടെ ചിന്തകൾ ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. പുതിയ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുപ്പ. ഞങ്ങളുടെ ഈ സഭയിലെ കർത്താവെ ഓരോ മക്കളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം ദൈവമേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവെ യേശുപ്പ. ഞങ്ങൾ പലരും ദൈവമേ ഈ അവസ്ഥകൾ കാണുന്നില്ല എങ്കിലും കർത്താവെ ഞങ്ങൾ ദൈവമേ ഓരോരുത്തരും കർത്താവ് ഓരോ കുടുംബങ്ങളും ദൈവമേ പരസ്പരം കർത്താവെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവാൻ സഹായിക്കണം കർത്താവെ. ഓരോ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണം കർത്താവെ. സഭയും സഭാജനങ്ങളെയും കർത്താവെ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ബലഹീനരും അശക്തരൊന്നും ആയിപ്പോൻ അനുവദിക്കരുത് കർത്താവെ.
ഓരോ ദൈവമേ അവസ്ഥകൾ വരുമ്പോഴും കർത്താവെ ഞങ്ങൾ കൂടുതൽ സാക്ഷ്യത്തോടും കൂടുതൽ ശക്തിയോടും ദൈവമേ കൂടുതൽ കർത്താവ് ഉന്മേഷത്തോടും ദൈവമേ ഞങ്ങൾ ബലം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഓരോ ദിവസം കഴിയുമ്പോൾ ഓർത്ത് ഞങ്ങൾ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ കർത്താവെ. കഴുകനെ പോലെ ചെറുകടിച്ച് വളരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. കൂടുതൽ പ്രാർത്ഥിക്കുവാനും കർത്താവെ, കൂടുതൽ ദൈവമേ പാടുവാനും കർത്താവെ, കൂടുതൽ ധ്യാനിക്കുവാനും ദൈവവചനം കർത്താവെ അങ്ങയോടൊപ്പം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ദൈവമേ കൂടുതൽ നേരം കർത്താവെ നന്ദിയോടും സ്തുതിയോടും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. കൂടുതൽ സമയവും കർത്താവെ യേശുപ്പാ, യേശുവെ നന്ദി, യേശു സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ ഓരോ നിമിഷവും കർത്താവെ യേശുപ്പാ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അതിലേക്ക് ശക്തി പ്രാപിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. നാളത്തെ വിശുദ്ധ ആരാധനയെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവെ. എല്ലാ ജനങ്ങൾക്കും കർത്താവെ യേശുപ്പാ അങ്ങേ വാസ്തവമായി ആരാധിക്കുവാൻ ബലപ്പെടുത്തണം ദൈവമേ. ഞങ്ങളുടെ കൂട്ടായ്മകളൊന്നും തന്നെ കർത്താവെ ഒരു ബാധകളും രോഗബാധകളും കാരണമാക്കുവാൻ അനുവദിക്കരുത് കർത്താവെ. ഞങ്ങൾ എത്ര പുതുക്കത്തോടെ വന്നു കർത്താവെ അത്രയും വിശുദ്ധിയോടുകൂടി തന്നെ ഭവനങ്ങളിൽ എത്തുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ദൈവമേ അങ്ങേ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞു മക്കളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. പലരും രോഗാവസ്ഥയിലും കർത്താവെ പഠിക്കുവാൻ സാധിക്കാതെയൊക്കെ ആയിരിക്കുന്ന യേശുപ്പാ. ഈ അവസ്ഥകൾക്ക് എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാവട്ടെ കർത്താവെ. ഓൺലൈൻ വിദ്യാഭ്യാസങ്ങളെല്ലാം അനുഗ്രഹിക്കണം കർത്താവെ. അവർ കൂടുതൽ കർത്താവെ ഈ ഒരു വർഷത്തിന് കർത്താവെ അവർ മാറ്റുവാൻ സഹായിക്കട്ടെ കർത്താവെ. അവർ ദൈവത്തിങ്കിലേക്ക് വരുവാൻ സഹായിക്കട്ടെ കർത്താവെ. കൂടുതൽ ദൈവിക വചനങ്ങൾ പഠിക്കുവാനും ദൈവമേ കർത്താവെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എല്ലാ പൈതങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങൾ യൗവന മക്കളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. പലരും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസങ്ങൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ കർത്താവെ. വീഴാതെ വണ്ണം യേശുപ്പൻ തന്നെ കാത്ത് സംരക്ഷിച്ചോളണം കർത്താവെ. ഒരു ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത് കർത്താവെ. അനുനിമിഷവും കർത്താങ്ങയോടൊപ്പം ജീവിക്കുവാൻ തന്നെ അവരെ ബലപ്പെടുത്തുന്ന ദൈവമേ. ധാരാളം കർത്താവെ ഞങ്ങളുടെ കർത്താവ് മക്കളെ ദൈവമേ കുടുംബജീവിതത്തിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണല്ലോ കർത്താവെ. പ്രാർത്ഥനയോടും കർത്താവെ കൂടുതൽ ദൈവിക ചിന്തകളോട് ആയിരിക്കാൻ അവരെ സഹായിക്കട്ടെ കർത്താവെ. ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. എല്ലാ മക്കളെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം ദൈവം. കൂടുതൽ പഠിക്കുവാനും കർത്താവെ കൃത്യമായും ദൈവമേ എല്ലാ ടെസ്റ്റുകൾക്കും പങ്കെടുക്കാനുള്ള കൃപ അവർ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ മാതാപിതാക്കളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ പലരും കർത്താവെ ദാരിദ്ര്യത്തിൻ്റെയും കർത്താവെ അടുത്ത എന്തെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന അവസ്ഥകളിലൊക്കെ ആണല്ലോ കർത്താവെ യേശുപ്പാ. ദൈവമേ കുടുംബത്തെ നയിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. ദൈവമേ പലരും കർത്താവെ യേശുപ്പാ മദ്യത്തിന് മയക്കുനടിയപ്പെട്ടിരിക്കുന്ന കർത്താവെ. കുടുംബത്തെ നോക്കി ജീവിക്കാനുള്ള എല്ലാ കൃപകളും അവർ കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. ദൈവമേ കുടുംബത്തിന് കർത്താവെ ദൈവിക ചിന്തകൾ പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം അവർ കൊടുത്ത് അനുഗ്രഹിക്കണം ദൈവമേ. അമിത ബലത്തിൽ അമിത ശക്തിയിൽ അവരെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ കർത്താവെ വാർദ്ധക്യ മാതാപിതാക്കളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പാ. നരയ്ക്കോളം ചുമക്കാമെന്ന് പറഞ്ഞവനായ കർത്താവെ, ഈ ബലഹീന അവസ്ഥകൾ പലർക്കും പുറത്തിറങ്ങുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ഏകാന്താവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന യേശുപ്പാ. ഈ അവസ്ഥകളിൽ യേശുപ്പൻ തന്നെ അവരെ മാറോട് ചേർത്തുകൊള്ളും കർത്താവെ. അവരെ കൂടുതൽ കർത്താവെ അവരെ അനുഗ്രഹിച്ച് ദൈവമേ അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ദൈവമേ അമിത ശക്തിയോടും ബലത്തോടും കൂടെ കർത്താവെ ദൈവിക ചിന്തയോടെ ഇരിപ്പാനും കർത്താവ് രോഗത്തിൽ നിന്നെല്ലാം വിടുതൽ യേശുപ്പ അവർ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ കർത്താവെ ദൈവമേ ലോക സമാധാനത്തിനും കർത്താവ് ലോക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ദൈവമേ എത്രയും പെട്ടെന്ന് കർത്താവെ എല്ലായിടവും കർത്താവെ സമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയൊക്കെ ശ്രുതിയിലാവപ്പെട്ടിരിക്കുന്ന ധാരാളം രാജ്യങ്ങളുണ്ട് കർത്താവെ. ലോക സമാധാനത്തിനും കർത്താവെ ദൈവിക ഭരണത്തിനും കർത്താവ് കാരണമാക്കുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങൾ രാജ്യത്തിന് തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ വിവിധ കർത്താവെ കാര്യാദികളും ഭരണാധികാരികളും എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവിക ഇഷ്ടമനുസരിച്ച് കർത്താവെ ദൈവമേ രാജ്യത്തെ ഭരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ കർത്താവ് സംസ്ഥാന തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ വിവിധ കാര്യാദികളിലൊക്കെ ആയിരിക്കുന്ന കർത്താവ് യേശുപ്പാ. അവരുടെ കർത്താവെ ഭരണകാര്യങ്ങളെല്ലാം വളരെ അടുക്കും ചിട്ടയോടും ബുദ്ധിയോടും ക്രമമായി ജീവിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ദൈവിക കർത്താവ് പദ്ധതികൾക്കനുസരിച്ച് തന്നെ കർത്താവെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ ജില്ലയിൽ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. വിവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കർത്താവെ യേശുപ്പാ. അങ്ങ് സകലവും കാണുന്നുണ്ടല്ലോ കർത്താവെ. എല്ലാ കാര്യങ്ങളും നന്നായി നടത്തുവാനുള്ള എല്ലാ കൃപകളും കർത്താവെ അധികാരികൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ കർത്താവെ ഈ സഭ ഉൾപ്പെടുന്ന സമൂഹത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ.
യേശുവെ, ഞങ്ങൾ ഈ സഭയിലെ ജനങ്ങൾ, ഈ സഭയൊക്കെ കർത്താവെ, ഞങ്ങളെ ദൈവിക സ്നേഹം കർത്താവെ ഓരോ മക്കൾക്കും പകർത്തുന്നവരായി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ഞങ്ങളുടെ സ്നേഹത്തിലൂടെയും ഞങ്ങളുടെ കർത്താവെ ഐക്യത്തിലൂടെയും അവരും ദൈവിക സ്നേഹം, ഞങ്ങളുടെ യേശു ക്രിസ്തുവിനെ അവരും തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരു മാതൃകയാക്കി മാറ്റിയെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. കർത്താവെ, ഏത് രോഗാവസ്ഥകളിലൊക്കെ ആണെങ്കിലും കർത്താവെ ദൈവത്തെ ഞങ്ങളെ മുൻനിർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവെ. ഈ സഭയും കർത്താവെ എല്ലാ കെട്ടുപണികളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ദൈവമേ, ഞങ്ങളുടെ കർത്താവെ ഓരോ ദിവസവും കഴിയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ലോക ജീവിതം ദൈവമേ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. ഞങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങട്ട് കർത്താവെ. വിശുദ്ധിയോടും കർത്താവ് പ്രത്യാശയോടും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. വളരെ ഒരുങ്ങിയിരിക്കുവാൻ കർത്താവെ, അങ്ങ് എപ്പോൾ വന്നാലും കർത്താവെ ആ നിമിഷം ദൈവമേ അങ്ങയോടൊപ്പം ചേർന്ന് ഇരിക്കുവാൻ കർത്താവെ. ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾ വിശുദ്ധി പ്രാപിച്ച് കർത്താവെ അങ്ങയോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. കർത്താവെ, ഈ ആരാധന ശേഷ സമയത്ത് തിരുസാന്നിധ്യം കൂടെ നിറയ്ക്കണേ. യാചനയ്ക്കണ നല്ല പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടെ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് പാടാം. ആ പാട്ട് പാടിയതിന് ശേഷം സാക്ഷ്യം പറയാനുള്ളവർക്ക് വേഗം വേഗം മുന്നോട്ട് ഈ ഭാഗത്ത് വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അവിടെ ഇരിക്കുന്നവർക്കും ഈ ഭാഗത്തൂടെ വന്നിരിക്കാം. ഈ പുരുഷന്മാരുടെ സൈഡിലും വന്നിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് വന്നിരിക്കാം. ഈ സൈഡിൽ തന്നെ നോക്കണമെന്നില്ല, ഈ സൈഡിലോട്ട് വന്നിരിക്കാം. അപ്പം മുന്നോട്ടിരിക്കാം. നിങ്ങളോടെങ്കിൽ വരും, ഇവിടെ മുന്നേ ഇരിക്കാം, സൗകര്യം പോലെ. ഒരു പാട്ട് പാടാം.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ 2021 ആദ്യ ഈ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് പ്രാർത്ഥനയോടും ആരാധനയോടും ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപയോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നാം വിവിധ സാക്ഷ്യങ്ങൾ കേട്ടു. പലതരത്തിലുള്ള ഭീതിയുടെയും പ്രയാസത്തിൻ്റെയും ആശങ്കയുടെയൊക്കെ മധ്യത്തിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം നമുക്ക് ദാനമായിട്ട് ദൈവം നൽകി. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ ചിന്തിക്കുന്നതാണ് 2020 ഒരു നശിച്ച വർഷമാണ്, ഒരു ശാപത്തിൻ്റെ വർഷമാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ തിരിച്ചാണ് ഒരുപാട് കുറേ മെസ്സേജ് ഇട്ടത് അല്ലേ. 2020 ഒരു കരുതലിൻ്റെ വർഷമായി. കാരണം ഈ മഹാമാരിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു, ദൈവം നമ്മെ സംരക്ഷിച്ചു. ഈ മഹാമാരിയിൽ നിന്ന് എത്രയോ ലക്ഷങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ കരുതി അനുഗ്രഹിച്ച്, അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച ഒരു വർഷമാണ് 2020. ദൈവത്തിൻ്റെ സംരക്ഷണം. ഇവിടെ കേട്ട സാക്ഷ്യങ്ങളെല്ലാം അതാണ്. രോഗത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, നിരാശയിൽ നിന്നൊക്കെ ദൈവം സംരക്ഷിച്ച് അനുഗ്രഹിച്ച് ഒരു പുതിയ വർഷത്തെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അടുത്ത കൊച്ചമ്മ പറഞ്ഞതുപോലെ ഈ ആരാധനകൾക്കൊക്കെ വരുമ്പോൾ ഒരു വളരെ പ്രയാസം തോന്നിയ അവസരങ്ങളുണ്ട്. കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയൊക്കെ ചെയ്ത അവസരത്തിൽ നിന്ന് നമ്മൾ ഈ മൊബൈലിൽ കൂടെ കാണുമ്പോൾ കുഴപ്പമില്ല, അൽത്താരെയും അച്ഛനെയും മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ ബിബിനും കൊച്ചമ്മയും കാണും അവിടെ കൊയറിൽ, അവിടെ സെക്രട്ടറിയും കപ്പിയാരും പിന്നെ ആരെങ്കിലും 1-2 പേര് കാണും. ഇങ്ങനെ ഇടയ്ക്കൊക്കെ 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്, ചിലരൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട്. പരിമിതി കൊണ്ടാണ് വരാത്തത്, തടസ്സം കൊണ്ടാണ് വരാത്തത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അൽത്താരയിൽ നിന്ന് ചിന്തിക്കും, ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന്. അപ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിച്ചു ഒരു പുതിയ വർഷത്തെ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ സഭാസംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി നടത്തപ്പെടുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ക്രിസ്മസ് കരോളിൽ ദൈവം കൂടെ ഇരുന്ന് ദോഷങ്ങളൊന്നും വരാതെ, രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിച്ചു. ആരാധനകളും ചെറിയ ഭവന സന്ദർശനവും ശുശ്രൂഷകളൊക്കെ നടത്തുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ ഞാൻ മുഖാന്തരം ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അത്രത്തോളം ദൈവം കരുതുകയും സംരക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ പുതിയ വർഷം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ. എല്ലാവരും ഇന്ന് വന്ന ആരും ഇനി അടുത്ത ഉപവാസാരാധനയ്ക്ക് വരാതിരിക്കരുത്. ഉപവാസാരാധനയ്ക്ക് അധികം ആളുകൾ വരണം. നമ്മുടെ സഭാ വാർഷിക ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട, സഭാദിനവുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് സാറ്റർഡേയാണ് അടുത്ത മാസം, ഫെബ്രുവരി 13 അന്ന് പ്രത്യേക ഗസ്റ്റും ഉപവാസാരാധനയ്ക്ക് ഉണ്ടാകും. പ്രസംഗത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേക അതിഥി ഉണ്ടാകും. അതുകൊണ്ട് ആ ദിവസവും എല്ലാവരും കൂടുതൽ ആൾക്കാർ വരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഇന്നൊരു റിഫ്രഷ്മെൻറ്റ് മാത്രമാണ് ഉപവാസാരാധനയ്ക്ക് ശേഷം ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്ത മാസം ബാക്കി ക്രമീകരണങ്ങളെല്ലാം ചെയ്യാൻ തക്കവണ്ണം സാധിക്കും എന്നാണ് കരുതുന്നത്. വളരെ 12 മണിയോടെ ക്ലോസ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ച് ഈ ആരാധന ക്രമീകരിച്ചത്. വളരെ താമസിയാതെ തന്നെ നമുക്ക് ഈ ആരാധനയ്ക്കായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പാട്ടിൻ്റെ 1-2 ചരണം നമുക്ക് എഴുന്നേറ്റെന്ന് പാടാം. സ്തോത്ര കാഴ്ച സമർപ്പിക്കാനുള്ളവർക്ക് ആ സമർപ്പിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാ. അന്നു ഞങ്ങൾ വിശ്വാസത്തെ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്തെ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം ആരാധിച്ചിടും. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും.
ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ശോകം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, അവിടുത്തെ കൃപകൾക്കായിട്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുന്ന സമയത്ത് ഞങ്ങളോട് സംസാരിച്ച് വചനത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ നൽകണമേ. വചനത്താൽ ശക്തിപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും അധികം നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാവരെയും നിറയ്ക്കുകയും സമൃദ്ധിയോടെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായിട്ട് സ്തോത്രം. രോഗത്തിൻ്റെ മധ്യത്തിൽ ദൈവം സൗഖ്യദായകനായി കണ്ണുനീരിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റി, പ്രതികൂലങ്ങളെ മാറ്റി, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ നൽകി. സാധ്യതകളൊക്കെ അസ്തമിച്ചു എന്ന് കരുതിയ സമയത്തും പുതിയ പുതിയ വഴികളെ ദൈവം തുറന്നു നൽകി. ജീവിക്കുന്ന സാക്ഷ്യങ്ങളെ പ്രിയമക്കൾക്ക് പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഇന്നും ജീവിക്കുന്നു, ഇന്നും ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുന്നു എന്ന് രുചിച്ചറിയുവാൻ അവിടെ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാ സാക്ഷ്യങ്ങളെയും, എല്ലാ പ്രാർത്ഥനകളെയും, എല്ലാ സമർപ്പണങ്ങളെയും അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. വ്യക്തികളെ, കുടുംബങ്ങളെ എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ്. പുറപ്പാട് പുസ്തകം നമുക്കറിയാം, നാം ഉപവാസാരാധനകളിൽ ഉൽപ്പത്തി പുസ്തകം മുതലാണ് ചിന്തിച്ചു വരുന്നത്. അതിൽ ഇന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗവും ആയിട്ടാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അത് ചിന്തിക്കാനും ധ്യാനിക്കാനായിട്ടൊക്കെ സാധിക്കും. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ചിന്തിച്ചത്, നവംബർ മാസം ചിന്തിച്ചത് മോശയുടെ ജനനവും മോശയുടെ കൊട്ടാരത്തിലുള്ള വാസവും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ്. ദൈവിക പദ്ധതിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചില 1-2 സംഭവങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. മറിച്ച് ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരണത്തിൽ എത്തുമ്പോഴേ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നതാണ് യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നതും പോത്തിഫറിൻ്റെ ഭവനത്തിലുള്ള അപമാനം ഏൽക്കേണ്ടി വന്നതും തടവറയിൽ കിടക്കേണ്ടി വന്നതും ഒക്കെ അപ്പോഴൊന്നും ദൈവത്തിൻ്റെ പദ്ധതി അറിയുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി അറിയുന്നത് അത് പിന്നത്തേതിൽ 17 വർഷം കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞ് അവിടുത്തെ ഭക്ഷ്യമന്ത്രിയായി അവിടുത്തെ പ്രധാന ചുമതലയിലെത്തി ജനത്തെ പരിപാലിച്ച് ആ നേതൃത്വത്തിൽ വരികയും സ്വന്തം കുടുംബത്തിന് അവിടെ വന്ന് താമസിക്കാൻ സംരക്ഷണം കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ യോസഫ് പറയുന്നത് സഹോദരന്മാരോട്, ഇത് എന്നെ വിറ്റ് കളഞ്ഞത് കൊണ്ട് നിങ്ങൾ ശങ്കിക്കേണ്ട, പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി ദൈവം എന്നെ മുന്നേ അയച്ചതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുന്നത്. മോശെ ഒരു കുഞ്ഞിനെ ഇവിടെ ഫറവോന്റെ കൊട്ടാരത്തിൽ 40 വർഷം ജീവിക്കുകയാണ്. കൊട്ടാരത്തിലുള്ള ശൈലികളും കാര്യങ്ങളും നയതന്ത്രജ്ഞതയും അവിടുത്തെ വിദ്യാഭ്യാസവും എല്ലാം പഠിക്കുകയാണ്. അടുത്ത 40 വർഷം ആടുകളെ മേയ്ക്കുകയാണ്. എങ്ങനെയാണ് നടത്തുന്നത്, ലീഡർഷിപ്പും മേയ്ക്കുന്ന ആ രീതിയും പഠിക്കുകയാണ്. പിന്നെ ഇതിന് ഈ 80 വർഷത്തെ അനുഭവവും 80 വർഷത്തെ പരിശീലനത്തിൻ്റെയും അടുത്ത ഘട്ടമാണ് അടുത്ത 40 വർഷം എന്ത് ചെയ്യുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചന നേതാവായി അവരെ നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ദൈവത്തിൻ്റെ പരിശീലനത്തിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. ഞാൻ വേഗത്തിൽ അറിയാം. ഹോരേബ് പർവ്വതത്തിൽ
അതിൻ്റെ അടിവാരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോശ ഒരു അത്ഭുതം കാണുകയാണ്. മുൾപ്പടർപ്പിലെത്തി. അപ്പോൾ മുൾപ്പടർപ്പിൽ തീ കത്തുന്നുവെങ്കിലും എന്ത് ചെയ്യുന്നില്ല? മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. മുൾപ്പടർപ്പിന് യാതൊരു പ്രശ്നവും പറ്റുന്നില്ല. ഇങ്ങനെ തീ കത്തുകയാണ്, പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ഈ അത്ഭുത കാഴ്ച എന്താണെന്ന് നോക്കി ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ സംഭാഷണം, ദൈവത്തിൻ്റെ ശബ്ദം മോശ കേൾക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ. ഒന്ന്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അവിടെ കാണുന്നതാണ്. മുൾപ്പടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ തോമസ് യേശു കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുമ്പോൾ വിളിക്കുന്നതാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ള പൂർണ്ണമായി ദൈവസന്നിധിയിൽ തോമസ് സമർപ്പിക്കുകയാണ്. ഇവിടെ മോശ ദൈവത്തിന് കാണുന്നു, ദൈവശബ്ദത്തെ കേൾക്കുന്നു, ദൈവശബ്ദത്തെ മനസ്സിലാക്കുന്നു. അപ്പോൾ അന്ന് വരെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മോശയ്ക്ക് അവിടെ ഉണ്ടാകുന്നത്. മോശ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു, ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുന്നു. അത്ഭുതം അവിടെ നടക്കുകയാണ്. മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. മാത്രമല്ല, മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ, ഇനി നമ്മൾ പറയാൻ പറ്റാത്തതും പറയാത്തതുമായ അനേകം അത്ഭുതങ്ങളും അതിശയങ്ങളും സാക്ഷ്യങ്ങളും നമുക്ക് പറയാനുണ്ട്. ചെറുതും വലുതുമായി ധാരാളം. അത്രയധികമായി ദൈവത്തിൻ്റെ നടത്തിപ്പും സംരക്ഷണവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതിന് മാറ്റമില്ല. രണ്ടാമതായി, വിശുദ്ധനായ ദൈവം. ദൈവം ആരാണ്? വിശുദ്ധനായ ദൈവമാണ്. അവിടെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ഈ വലിയ കാഴ്ച എന്തെന്ന് നോക്കേണ്ടതിന് മോശ അവിടെ ചെല്ലുമ്പോൾ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം മോശേ മോശേ എന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങോട്ട്, ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറയുകയാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അതൊരു വിശുദ്ധ സ്ഥലമായി മാറി. എന്തുകൊണ്ടത് വിശുദ്ധ സ്ഥലമായി മാറി? അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അത് വിശുദ്ധ ഭൂമിയാണ്. അതുകൊണ്ട് കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയാനായിട്ട് പറയുകയാണ്. അപ്പോൾ ദൈവം വിശുദ്ധനാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഇപ്പോൾ സീനായ് മലയിലൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവ സാന്നിധ്യത്തിനായിട്ട് ഒരുങ്ങാനും പറയുമ്പോഴെല്ലാം ജനത്തോട് മോശ പറയാറുണ്ട്, നിങ്ങൾ അലക്കി വെളുപ്പിച്ച് നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അലക്കി വിശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായി ഒരുങ്ങണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് കൽപ്പനകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ വിശുദ്ധനായ യഹോവയായ ദൈവം വിശുദ്ധനാണ്. വിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ ആരാധന, ദൈവത്തിലുള്ള നമ്മുടെ ആരാധന പ്രസാദകരമാണ്. വിശുദ്ധിയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്. വിശുദ്ധീകരണത്തോടുകൂടെ നാം ദൈവത്തിൽ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ സമർപ്പണങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. മൂന്നാമതായി, ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ്. 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായി പിതാക്കന്മാരുടെ ദൈവമാണ്. 15-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, ദൈവം പിന്നെയും മോശയോട്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ മോശയോട് പറയുകയാണ്, നീ ഇസ്രായേൽ ജനത്തോട് പറയണം, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായ യഹോവയായ ദൈവം അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവം, തലമുറകളായി നടത്തുന്ന ഒരു ദൈവമാണ് യഹോവയായ ദൈവം എന്ന് ഇവിടെ അരുളി ചെയ്യുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ ദൈവജനത്തെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ നടത്തിപ്പും അനുഗ്രഹവും തലമുറകളായി
ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. തലമുറകളായിട്ടുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പാരമ്പര്യം നമുക്ക് പറയാനില്ലായിരിക്കാം. പക്ഷേ ഓരോ തലമുറകൾ കഴിയുന്തോറും, ഓരോ കാലഘട്ടം കഴിയുന്തോറും നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു, നടത്തുന്നു, വഴി നടത്തുന്നു എന്നുള്ളതിൻ്റെ മാറ്റമില്ല. നമ്മുടെ ഈ ദൈവാലയം ആരംഭിച്ച് 61 വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ ഈ 61 വർഷം കൊണ്ടുള്ള ചരിത്രം കുറേ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ മുൻ തലമുറകളെക്കാൾ ദൈവം എല്ലാ തരത്തിലും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാ നിലകളിലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, കഷ്ടത കാണുന്ന ദൈവം, പിന്നെ നിലവിളി അപേക്ഷ കേൾക്കുന്ന ദൈവം, സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഇതാണ് 7-ാമത്തെ വാക്യം പറയുന്നത്. 7-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരെ അറിയുന്നു. കഷ്ടത കണ്ട്, നിലവിളി കേട്ട്, സങ്കടങ്ങളെ അറിഞ്ഞ് അവരെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൻ്റെ അനുഭവം, പീഡനത്തിൻ്റെ അനുഭവം, നിലവിളി, ആ നിലവിളി ശബ്ദം ദൈവം കേൾക്കുകയും മോശയെ ദൈവം അയച്ച് അവിടെ വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കഷ്ടത കാണുന്നു, നിലവിളി കേൾക്കുന്നു, അപേക്ഷകൾ കേൾക്കുന്നു, സങ്കടങ്ങളെ അറിയുന്നു. ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളും വേദനകളും നമ്മൾ ബാക്കിയുള്ളവരോട് ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. നമ്മളിവിടെ സാക്ഷ്യങ്ങളിലൂടെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലുമൊക്കെ നമ്മുടെ യഥാർത്ഥ പ്രയാസങ്ങൾ നമ്മൾ ദൈവത്തോട് മാത്രമാണ് പറയുന്നത്. അപ്പം നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, സങ്കടം നമ്മുടെ ഹൃദയത്തിലെ ഉള്ളിലെ സങ്കടം മറ്റാരും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, പക്ഷെ നമ്മുടെ നിലവിളിയും കരച്ചിലും ഒക്കെ ബാക്കിയുള്ളവരറിയും. പക്ഷെ ഉള്ളിലെ സങ്കടം അറിയുന്ന ഒരു ദൈവമാണ് ഉള്ളത്. അതുകൊണ്ട് കഷ്ടത കാണുന്ന ദൈവം, നിലവിളിയും അപേക്ഷയും കേൾക്കുന്ന ദൈവം, സങ്കടങ്ങളെ അറിയുന്ന ദൈവം. ഈ സങ്കടങ്ങളെയും വേദനകളെയും മാറ്റി സൗഖ്യവും അനുഗ്രഹവും നൽകുന്ന ഒരു ദൈവത്തെ ഇവിടെ ജനത്തിന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. 2020 നിന്ന് 2021 എത്തി നിൽക്കുന്ന നമുക്കും ധൈര്യമായിട്ട് വിശ്വസിക്കാനും പ്രഖ്യാപിക്കാനും സാധിക്കും. നമ്മുടെ കഷ്ടതകളെ ദൈവം കണ്ടു, നമ്മുടെ നിലവിളികളെയും അപേക്ഷകളെയും ദൈവം കേട്ടു, നമ്മുടെ സങ്കടങ്ങളെ ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ച് ഒരു പുതിയ വർഷത്തെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവം. അവിടെ പറയുകയാണ്, കഷ്ടതയുടെയും നിലവിളിയുടെയും സങ്കടത്തിൻ്റെയും അവസ്ഥയിൽ നിന്ന് അങ്ങനെ ഒരു കുഴഞ്ഞ അനുഭവത്തിൽ കിടന്ന ജനത്തോട് പറയുകയാണ് 8-ാമത്തെ വാക്യത്തിൽ, അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇമ്മാനുവേലായ ദൈവസാന്നിധ്യമാണ്. ദൈവം നമ്മോടുകൂടെ. ഞാനിതാ ഇപ്പോൾ നിന്നെ അയക്കുന്നത്, നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ്? കഷ്ടതയിലും കണ്ണുനീരിലും നിലവിളിയിലും സങ്കടത്തിലിരിക്കുന്ന ജനത്തിന് എന്താണ് അവർക്ക് നൽകുന്നത്? അവരെ ഞാൻ വിടുവിക്കാൻ പോവുകയാണ്. തീർന്നില്ല, നല്ലതും വിശാലവുമായ ദേശത്തേക്ക്. ഈ ഗോഷൻ ദേശം കൊടുത്ത് അവരെ പരിമിതിപ്പെടുത്തി അവർക്ക് നേരെ താമസിക്കാൻ സ്ഥലമില്ലാതിരുന്ന ഈ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവർ പറയുകയാണ്, അവർക്ക് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്ത് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ അനുഭവം. സമൃദ്ധിയുടെ ഒന്നും ചെയ്യേണ്ട, ഒരു വാഴ വെട്ടി അവിടെ വെച്ചാൽ മതി, എന്ത് ചെയ്യും? നല്ലൊരു കൊല കിട്ടും. സമൃദ്ധി, പോഷിപ്പ്, സമൃദ്ധിയുടെ ഒരു അനുഭവം. അതാണ് ഈ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പാലും തേനും കൂടെ അവിടെ കൂടെ ഇങ്ങനെ ഒഴുകുമെന്നല്ല, ഒരു പോഷണത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും ഒരു അനുഭവമാണ് ഈ കനാൻ ദേശത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നിനൊരു കുറവ് വരില്ല, സമൃദ്ധി നൽകുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ കടഭാരങ്ങളെയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും നമ്മുടെ ഉപജീവന മാർഗങ്ങളെയൊക്കെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നല്ലതും വിശാലവുമായ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളതിന് സംശയമില്ല. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൗത്യത്തിനായി ശക്തീകരിക്കുന്ന ദൈവം. ദൗത്യത്തിനായി ശക്തീകരിക്കുന്ന ദൈവം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലയക്കും. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഞാനൊരു ദൗത്യം നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ദൗത്യം
പുതിയ പുതിയ ദൗത്യം നൽകുന്നു, പുതിയ പുതിയ ശുശ്രൂഷകളെ നമുക്ക് നൽകുന്നു, പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളെ ദൈവം നൽകുന്നു. ഞാനാണ് നിന്നെ അയക്കുന്ന ഒരു ദൗത്യത്തിനായി ശക്തീകരിക്കുന്നു. 11-ാം വാക്യം പറയുകയാണ്, മോശ പറയുകയാണ്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ വിടുവിപ്പാനും ഞാൻ എന്തുമാത്രമാണ്, ഞാൻ അതിന് അർഹനല്ല. പക്ഷെ പറയുകയാണ്, ഞാൻ നിന്നെ അയക്കും. എന്നിട്ട് പറയുകയാണ് 12-ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തെങ്കിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും. അപ്പോൾ ഞാൻ നിന്നെ ശക്തീകരിക്കാൻ എന്താണ് അടയാളം? നീ ജനവുമായി തിരിച്ചു വന്ന് ഈ പർവ്വതത്തിൽ, നിനക്ക് പ്രത്യക്ഷനായ ഈ പർവ്വതത്തിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. അതാണ് അതിന് നൽകുന്ന ഒരു തെളിവ്. എന്നിട്ട് പറയുകയാണ്, ദൗത്യത്തിനായി ശക്തീകരിക്കുന്നത് ആരാണ് നിന്നെ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ പറയണം, 14-ാം വാക്യം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. യഹോവയെക്കുറിച്ച് നീ പറയണം എന്നവിടെ പറയുകയാണ്. അപ്പം ഇവിടെ മോശ ചില തടസ്സങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് തടസ്സം? ഞാൻ ആരാണ്, ഞാൻ എന്തുമാത്രം. 11-ാം വാക്യം, ഞാൻ ഫറവോനെ പോലുള്ള ഒരു നേതാവിൻ്റെ അടുക്കൽ പോകാൻ ഞാൻ ഒന്നുമല്ല. എന്നിട്ട് പറയുകയാണ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അവർ എൻ്റെ വാക്ക് വിശ്വസിക്കാതെയും എന്നെ വിശ്വസിക്കില്ല, എൻ്റെ വാക്ക് വിശ്വസിക്കില്ല, കേൾക്കുകയില്ല, യഹോവ പ്രത്യക്ഷനായിട്ടില്ല എന്ന് അവർ പറയാൻ സാധ്യതയുണ്ട്. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ മോശ പറയുകയാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, സാമർഥ്യമില്ലാത്തവനാണ്. അപ്പോൾ ഫറവോന്റെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ അശക്തനാണ്. മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. അപ്പോൾ നിന്നോട് സംസാരിച്ചിട്ടും എന്തോന്ന് വ്യത്യാസമല്ല? ഈ വിക്കിനും തടിച്ച നാവിനും വ്യത്യാസമല്ല. ഇത് മോശ വേണമെങ്കിൽ പറയാം, ദൈവമേ അവിടത്തോടെ സംസാരിച്ചിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അവന്റെ തടിച്ച നാവോ വിക്കോ മാറുന്നില്ല. ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ദൈവം കാണുന്നത് എന്തെന്നാണ്? അവനല്ല സൗഖ്യം നൽകുന്നത്, പകരം അവന്റെ സഹോദരനായ അഹരോനെ അവന് പകരമായിട്ട് അവന്റെ കൂടെ അയക്കുകയാണ്. എന്നിട്ട് ദൈവം പറയാണ്, അഹരോൻ നിന്റെ വായ് ആയിരിക്കും. കാരണം നിനക്ക് വിക്കോടെ സംസാരിക്കാൻ പറ്റുള്ളൂ, നിനക്ക് ആ പ്രശ്നമുണ്ട്. പക്ഷെ നിനക്ക് പറയാനുള്ളത് ആര് പറയും? നീ പറയാനുള്ളത് ദൈവത്തിന്റെ കാര്യങ്ങൾ അഹരോൻ നിനക്ക് പകരമായിട്ട് പറയും. അപ്പൊ ഇങ്ങനെയാണ് ദൈവം അതിനെ റെക്ടിഫൈ ചെയ്യുന്നത്, പരിഹരിക്കുന്നത്, അതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നത്. എന്നിട്ട് ദൈവം മോശയെ ശക്തീകരിക്കാനും അവിടെ മിസ്രയീമിൽ ശക്തമായി ഇടപെടാനും ചില അടയാളങ്ങൾ നൽകുന്നുണ്ട്. 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവന്റെ കയ്യിലിരിക്കുന്ന വടി, ആടുകളെ മേയ്ക്കുമ്പോൾ വടി നിലത്തിടാൻ പറയുന്നു. അപ്പോഴതൊരു പാമ്പായി മാറുന്നു. ആ പാമ്പിന്റെ വാൽ പിടിക്കുമ്പോൾ വീണ്ടും അതെന്താകുന്നു? വടിയായി മാറുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കൈ തൻ്റെ കുപ്പായത്തിൻ്റെ അകത്ത് തൻ്റെ വിലാപ്പുറത്തിടാൻ പറയുന്നു. അതിടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇട്ടിട്ടെടുക്കുമ്പോൾ അത് കുഷ്ഠമുള്ള ഒരു കൈയായി, വെളുത്ത കൈയായി മാറുന്നു. അടുത്ത് വീണ്ടും ഇട്ടിട്ടെടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? അത് ശുദ്ധിയുള്ള പഴയ കൈ പോലെ ആവുന്നു. ഇനി 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വടി കൊണ്ട് വെള്ളത്തിൽ അടിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് വെള്ളം രക്തമായി തീരുന്ന അനുഭവം. ഇത് വിശ്വസിക്കാനുള്ള അടയാളങ്ങളായി ഇവിടെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഒരു പുതിയ വർഷത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ദൈവം ധാരാളം നന്മകളെ, അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി. നമ്മുടെ കഷ്ടതകളെ കണ്ട് നിലവിളി കേട്ട് സങ്കടങ്ങളെ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിച്ച് നല്ലതും വിശാലവും അനുഗ്രഹീതവുമായ ഒരു പുതിയ വർഷം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഞാനാകുന്നു എന്നുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ ഈ പുതിയ വർഷത്തിൽ ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നൽകി നമ്മെ ശക്തീകരിക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന് പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ,
ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ഭവനങ്ങളിലും സാഹചര്യങ്ങളിലുമായിരുന്ന ഞങ്ങൾക്ക് ഈ മാസത്തിൻ്റെ ഈ 2ാം ശനിയാഴ്ച ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആരാധനയോടും സാക്ഷ്യത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ സന്നിധിയിൽ വന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെ അവസ്ഥകളെ മാറ്റി, സങ്കടങ്ങളെ മാറ്റി, കഷ്ടതകളെ ഞെരുക്കങ്ങളെ മാറ്റി, ഞങ്ങളുടെ അപേക്ഷകളെയും നിലവിളികളെയും കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകിയിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ വാഴ്ത്തുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്ന കർത്താവെ. ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കൽ സ്തോത്രം, ശക്തീകരിക്കുന്ന ദൈവമായിരിക്കൽ സ്തോത്രം, വിടുതൽ നൽകുന്ന ദൈവമായിരിക്കൽ സ്തോത്രം. ഹല്ലേലൂയ. പലവിധമായ ഭാരത്തോടും പ്രയാസത്തോടും രോഗത്തോടും ഭവനങ്ങളിലും ആശുപത്രികളിലും ആയിരിക്കുന്ന പ്രിയമക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് പ്രിയമക്കളെ വിടുവിക്കണമേ. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പ്രയാസത്താലായിരിക്കുന്ന അപ്പുകുട്ടൻ ഷേളി ഭവൻ എന്ന പിതാവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവിടെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പനിയുടെ പ്രയാസത്താൽ കർത്താവ് ആശുപത്രിയിലായിരിക്കുന്ന ദാസ് ബഥേൽ എന്ന പ്രിയ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നുള്ള അത്ഭുതകരമായ ശക്തിയും വിടുതലും അവിടെ നയിക്കണമേ. സൗഖ്യത്തോടെ ദീർഘായുസ്സോടെ വരുന്ന പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഓപ്പറേഷന് വിധേയ കഴിയുന്ന മോഹനൻ ഐത്തിയൂർ എന്ന പ്രിയ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് വിടുവിക്കുകയും പരിപൂർണമായ സൗഖ്യം നൽകി അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ ഓപ്പറേഷനായിട്ട് ഒരുങ്ങുന്ന റോസ്മേരി എന്ന മാതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ദൈവികമായ സൗഖ്യവും വിടുതലും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയിലും അവിടുന്ന് പരിപാലിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പീറ്റർ ശോഭാലയം എന്ന പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയ അത്ഭുതകരമായ വിടുതലിനായിട്ട് സ്തോത്രം. തുടർന്നും അവിടുന്ന് ശക്തീകരിക്കണമേ, പരിപൂർണമായ സൗഖ്യം നൽകി അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കണമേ. സിന്ധു ജോയ് എന്ന സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. രാജൻ എന്ന പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. റീന മണലയം എന്ന പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അമൃതരാജ് എന്ന വൈതലിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃഷ്ണൻ ചാനൽക്കര എന്ന പ്രിയ പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കുന്ന കർത്താവ് ബലപ്പെടുത്തണമേ, സൗഖ്യം നൽകണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. ഇന്ന് സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവരുടെ
വേദനയുടെ മധ്യത്തിൽ അവിടുന്ന് കൂടെയിരുന്നു. അവിടെ രോഗങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് സൗഖ്യദായനായി ശക്തീകരിച്ചു. അവിടെ പ്രാർത്ഥന അവിടുന്ന് കേട്ട്, അവിടെ നിലവിളിയെ അവിടുന്ന് അപേക്ഷകളെ കേട്ട്, അവിടെ സങ്കടങ്ങളെ അറിഞ്ഞ് അവരെ അവിടുന്ന് അനുഗ്രഹിച്ചു, വിടുവിച്ചു. സ്തോത്രം കർത്താവേ. ഇന്ന് ദൈവാലയത്തിൽ വന്ന് ദൈവമുമ്പാകെ സാക്ഷിക്കുവാൻ പ്രിയമക്കളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. അവിടുന്ന് അധികം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവിടുത്തെ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. കർത്താവേ, ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അവരുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും നന്മയാക്കി നൽകണമേ. പുതിയ പുതിയ അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. കർത്താവെ, പ്രത്യേകിച്ച് രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ. ഞങ്ങൾ പേരുപേരായി സമർപ്പിച്ചത് വല്ലാതെയുമായി ബലഹീനതയിൽ കഴിയുന്ന എല്ലാ പ്രിയമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ശക്തീകരിക്കണമേ. കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. തൊഴിൽ മേഖലകളെ, അധ്വാനങ്ങളെ, കാർഷിക വിളകളെ, മൃഗസമ്പത്ത്, പർവ്വജാലങ്ങളെ, ബിസിനസ് മേഖലകളെ എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഔദ്യോഗിക ജീവിതങ്ങളിൽ അവിടുന്ന് കൂടെയിരിക്കണമേ. ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നൽകിയ ജോലികൾക്കായിട്ട് സ്തോത്രം, കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തുടർന്നും പ്രിയമക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയ അഡ്മിഷനുകൾക്കായിട്ട് സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് പുതിയ അഡ്മിഷനുകളിൽ പ്രവേശിച്ച എല്ലാ പ്രിയമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ. യാത്രകളെ അനുഗ്രഹിക്കണമേ. പഠന മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിഥുലയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നതാ. കർത്താവെ, പ്രിയമക്കളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം അപ്പുറമായി ദൈവം നൽകിയ പുതിയ അനുഗ്രഹങ്ങൾക്കായി, സാധ്യതകൾക്കായിട്ട് സ്തോത്രം കർത്താവെ. പുതിയ പഠന മേഖലകൾ അനുഗ്രഹിക്കണം കർത്താവെ. നന്മകളാൽ, അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലകളിലെത്തി ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെസ്റ്റിനായിട്ട് ഒരുങ്ങുന്ന ജിജിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതാ. സൗഖ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവെ. ആ ടെസ്റ്റിലൂടെ ഒരു മികച്ച വിജയം കരസ്ഥമാക്കി ആ ജോലിയിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പ്രിയമകളെ അവിടുന്ന് സഹായിക്കണമേ. ഭാവി ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റ് പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗത്തിന് അവിടുന്ന് സൗഖ്യദായകനായി കൂടെ ഇരിക്കണമേ. കുടുംബങ്ങൾക്ക് അവിടുന്ന് സമാധാന പ്രഭുവായി കൂടെ ഉണ്ടായിരിക്കണമേ. ഉപജീവന മാർഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപയിലും നന്മയിലും അനുഗ്രഹത്തിലും എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ നിറയ്ക്കണമേ. ഭവന നിർമ്മാണത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. കടഭാരങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി പ്രാർത്ഥിച്ചു കഴിയുന്നവർക്ക് നല്ല ജോലികൾ ലഭിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി അവിടുന്ന് നൽകുകയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കുടുംബ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ഓരോ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണം. എല്ലാ ഒരുക്കങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കണമേ. വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു കർത്താവെ. യുവജനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവിനെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തി ആരാധനയോടെ മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ 61ാമത് സഭാദിനാഘോഷങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി 7 മുതൽ 14 വരെ നടക്കുന്ന വിവിധമായ പ്രോഗ്രാമുകളെയും ആരാധനകളെയും അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ. അതിലൂടെ ദൈവമഹത്വം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. എല്ലാ നന്മയിലും അവിടുന്ന് പരിപാലിക്കണമേ. ഞങ്ങളുടെ ഡെസ്റ്റിനെയും ഞങ്ങളുടെ മഹായുടെയും സഭകളെയും വിശ്വാസികളെ ഓർക്കുന്നു. അഭിനന്ദ തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹായുടെ നേതൃത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. മിഷണറിമാരെയും മിഷൻ ഫീൽഡുകളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സഞ്ജയ് ബിസ്ര ഞങ്ങളുടെ മിഷണറിക്കായിട്ടും കുടുംബത്തിനായിട്ടും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെല്ലാം സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണ നേതൃത്വങ്ങളെയും അനുഗ്രഹിക്കണമേ. ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സൗഖ്യത്തിനായി, സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം കർത്താവെ. ഈ ആലയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ, നിർമ്മാണ പ്രവർത്തനങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ പകരണമേ. ഞങ്ങളുടെ ഈ ദിവസത്തെ അനുഗ്രഹിച്ച് നൽകിയതിനാൽ സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. നാളത്തെ വിശുദ്ധ ആരാധന അനുഗ്രഹിച്ച് നൽകണമേ. എല്ലാ നന്മയിലും ഞങ്ങളെ
പരിപാലിക്കണമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും ഓരോ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഉപവാസാരാധനയിൽ കൂടുതൽ സാക്ഷ്യത്തോടെ നന്ദിയോടെ ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ എല്ലാ ജനത്തെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നന്മകളും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും പ്രിയപ്പെട്ടവരോടും തിരുസഭയോടും ദേശത്തോടും എല്ലാ കാര്യത്തിലോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുകേ നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടണമേ. നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.